ഞാൻ ഇന്നലെ തൊട്ട് നോക്കുകയാണ് ബിൻസിയുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ആ പുറത്തായ ഉടനെയുള്ള ഒരു അഭിമുഖം. സാധാരണ എപ്പോഴും എല്ലാ സീസണിലും വരുന്നതാണ്, ഇതുവരെ വന്നില്ലായിരുന്നു. ഇന്ന് ഒരു കുറച്ച് മുൻപ് ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അതൊന്ന് പറ്റുമെങ്കിൽ കാണണേ. ഒരു 10-20 മിനിറ്റ്, 20-25 മിനിറ്റ് ഉണ്ട്. അതിൽ ബിൻസിയേക്കാൾ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് അതിലെ അവതാരകയുടെ ചോദ്യങ്ങളാണ്. അതായത് ഈ അസ്ത്രം അയക്കുന്ന പോലത്തെ ചോദ്യങ്ങളാണ്. ഒരു സൈഡ് തുളച്ച് അപ്പുറത്തെ സൈഡിലേക്ക് എത്തുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ബിൻസി ആദ്യം പറഞ്ഞത് ബിഗ് ബോസ് ചതിച്ചു, അല്ലെങ്കിൽ എനിക്ക് അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് എന്ത് പറ്റിയെന്ന് അറിയില്ല, ബിഗ് ബോസ് ചതിച്ച് 7ന്റെ പണി എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വിചാരിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ബിൻസി പോലും വിചാരിച്ച് കാണില്ല മൂർഖം പാമ്പിനെയാണല്ലോ ചവിട്ടിയതെന്ന്. എൻ്റെ പൊന്നെ, എന്നാ ക്വസ്റ്റ്യൻസ് ആണെന്നറിയോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു അഭിമുഖം ഇത്രയും സീസണിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടില്ല. സീരിയസ്ലി അത്രയും വളരെ വ്യക്തമായ ചോദ്യങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ഈ ശരത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കമുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ബ്രദറിനെ പോലെയാണ്, ഫാദറിനെ പോലെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ബിൻസി മറുപടി പറഞ്ഞപ്പോൾ ആ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട്, നമ്മളവിടെ ബന്ധങ്ങൾ ഉണ്ടാക്കാനല്ലല്ലോ പോയത്. നമ്മൾ ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിപ്പോൾ ബ്രദർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലാണെങ്കിലും ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്കെതിരെ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സെന്റിമെന്റ്സോ അല്ലെങ്കിൽ എപ്പോഴും ഒരു തടസ്സം ഉണ്ടാവും അവരോട് റിയാക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഉടനെ തന്നെ ബിൻസി പറയുന്നുണ്ട്, അപ്പനായാലും ആരായാലും നമ്മൾ പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കും എന്ന്. അപ്പോൾ എടുത്ത വായിലെ ആ ഒരു ആങ്കർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പനെ അമ്മയൊന്നും നമ്മൾ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ നോക്കില്ലല്ലോ. അതായത് പലപ്പോഴും നമ്മൾ പ്രേക്ഷകരുടെ മനസ്സിലൊക്കെ തോന്നിയിരുന്ന അതേ ചോദ്യങ്ങൾ എനിക്ക് തോന്നി ഇതിലെ ആങ്കറായിട്ട് നിൽക്കുന്ന ആൾ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കലക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അത്രയും ഷാർപ്പാണ് അവരുടെ ക്വസ്റ്റ്യൻസ്. ഷോയെക്കുറിച്ചുള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് വളരെ വളരെ വ്യക്തമാണ്. എനിക്ക് തോന്നുന്നു ഈ ഷോയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരോ ആണെന്ന് തോന്നുന്നു അതിൻ്റെ ആങ്കർ. പക്ഷെ എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ഇത്രയും കാലം ബിഗ് ബോസിലെ ഒരുപാട് ഇന്റർവ്യൂസ് കണ്ടസ്റ്റൻസ് പുറത്തായതിനു ശേഷം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്രയും ഷാർപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് കണ്ടസ്റ്റന്റ് പറയുന്ന കാര്യങ്ങളെ വ്യക്തവും സ്പഷ്ടവുമായിട്ട് പൊളിച്ചെടുക്കേണ്ടതിനെ പൊളിച്ചെടുക്കുകയും അവർക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ. ഓഡിയൻസ് ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ചോദിച്ച ഒരു ഇന്റർവ്യൂ. താല്പര്യമുള്ളവർ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിലുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടുപോകുക കേട്ടോ. ഒരിക്കലും നഷ്ടമാകുമെന്ന് തോന്നുന്നില്ല. ഒരു 20-25 മിനിറ്റുള്ള ഒരു ഇന്റർവ്യൂ ആണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.